താരസംഘടനയായ അമ്മയിൽ വീണ്ടും പ്രതിസന്ധി. ജനറൽ ബോഡി യോഗത്തിൽ രാജിപ്രഖ്യാപനം നടത്തിയ ശ്വേതാ മേനോൻ പ്രസിഡന്റ് സ്ഥാനം ഔദ്യോഗികമായി രാജിവെച്ചില്ല. പൂർണ്ണമായി ചുമതല ഏറ്റെടുത്ത് മുന്നോട്ടു പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് അഡ്ഹോക് കമ്മിറ്റി. പൊതുസമൂഹത്തെ ഉൾപ്പെടെ ശ്വേതയും കൂട്ടരും പറ്റിച്ചുവെന്നും അഡ്ഹോക് കമ്മിറ്റി പ്രതികരിച്ചു. ശ്വേതാ മേനോൻ അടക്കമുള്ള ഭരണസമിതി അംഗങ്ങൾ ഔദ്യോഗികമായി രാജി നൽകാത്തതാണ് താരസംഘടനയിൽ പുതിയ പ്രതിസന്ധിക്ക് കാരണം. പ്രശ്നങ്ങൾ പരിഹരിക്കാനും സംഘടനയുടെ ഭരണ മേൽനോട്ടത്തിനുമായി രൂപീകരിച്ച അഡ്ഹോക് കമ്മിറ്റിയുടെ നിയമസാധുതയും ഇതോടെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. തുടർ പ്രവർത്തനങ്ങൾ ആലോചിക്കാൻ അമ്മ ഓഫീസിൽ രമേഷ് പിഷാരടിയുടെ നേതൃത്വത്തിൽ അഡ്ഹോക് കമ്മിറ്റി യോഗം ചേർന്നിരുന്നു. ശ്വേതാ മേനോൻ ഔദ്യോഗികമായി രാജി നൽകിയിട്ടില്ലെന്ന് രമേഷ് പിഷാരടി വ്യക്തമാക്കി. ശ്വേത അടക്കമുള്ള ആളുകളുടെ രാജി ഔദ്യോഗികമായി നമുക്ക് ലഭിച്ചിട്ടില്ല. കാരണം അവർ അങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇറങ്ങി പോവുകയാണ് ചെയ്തത്. ഇന്നാണ് ഞങ്ങൾക്ക് മെയിലിൻ്റെ ഉൾപ്പെടെയുള്ള ആക്സസ് കിട്ടിയത്. അപ്പോൾ ഈ മെയിലിൽ ഇങ്ങനെ ഒരു രാജിക്കത്ത് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ജനറൽ സെക്രട്ടറിയായ കുക്കു പരമേശ്വരൻ പറഞ്ഞത് ഇന്നലെ വരെ അത്തരത്തിലുള്ളൊരു രാജിക്കത്ത് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഔദ്യോഗികമായി ഞങ്ങൾക്കും കിട്ടിയിട്ടില്ല, പക്ഷെ അവർ പ്രഖ്യാപിച്ച് പോവുകയാണ് ഉണ്ടായത്. പൊതുസമൂഹത്തെ ഉൾപ്പെടെ ശ്വേതയും കൂട്ടരും പറ്റിക്കുകയായിരുന്നു എന്ന അഡ്ഹോക് കമ്മിറ്റി അംഗം കെ.ബി. ഗണേഷ് കുമാറും പറഞ്ഞു. ഈ മാധ്യമങ്ങളെ മുഴുവൻ വിളിച്ച് കൂട്ടി അവരെ ഞാൻ രാജിവെക്കുന്ന പ്രാഥമിക അംഗത്തിൽ നിന്ന് പോയി എന്നൊരാൾ പറയണം. ആ ആൾ തന്നെ ഞാൻ രാജിവെച്ചിട്ടില്ല എന്ന് പറയാൻ അന്ന് പറയണമായിരുന്നു. ഞാൻ എൻ്റെ രാജി പിൻവലിച്ചെന്ന് പിറ്റേ ദിവസം പറയണം, അല്ലാതെ ഇന്നാണ് പറയുന്നത്. അത് മോശമല്ലേ? അപ്പം നിങ്ങളെ ആരാണ് ഈ ജനങ്ങളെയും മാധ്യമങ്ങളെ ആരാണ് പറ്റിയത്? ഞങ്ങളാണോ? ജൂൺ 21 നടന്ന ജനറൽ ബോഡി യോഗത്തിലാണ് ശ്വേതാ മേനോൻ രാജിപ്രഖ്യാപനം നടത്തിയത്. യോഗത്തിൽ അമ്മ ഭരണസമിതിക്കെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു. പ്രസിഡന്റ് പദവി ഒഴിയുന്നതായും അംഗത്വം രാജിവെക്കുന്നതായും ഭരണസമിതിയിലെ മുഴുവൻ അംഗങ്ങളും രാജിവെക്കുന്നു എന്നും ശ്വേത പറഞ്ഞിരുന്നു. ഇതോടെയാണ് ജനറൽ ബോഡി യോഗം അഡ്ഹോക് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയത്. വൈകാരികമായ പ്രതികരണം നടത്തിയതല്ലാതെ ചുമതല ഒഴിയാൻ സംഘടനയുടെ ബൈലോ പ്രകാരമുള്ള ഔദ്യോഗിക നടപടികളൊന്നും ശ്വേത പൂർത്തിയാക്കിയിട്ടില്ല. കൈരളി ന്യൂസ്, കൊച്ചി.